ഫ്രണ്ട്സ്, വെൽക്കം ടു വൃന്ദാവൻ പി എസ് സി പോൾട്ട്. അപ്പോൾ ASM എക്സാമിന്റെ ഫസ്റ്റ് സ്റ്റേജ് നാളെയാണ് നടക്കാൻ പോകുന്നത്. അപ്പോൾ ഞാൻ ഇങ്ങനെ ഒരു കമന്റ് കണ്ടു, എക്സാമിന് മുൻപ് ഒരു വീഡിയോ ചെയ്യണം എന്നുള്ള രീതിയിൽ. അതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് വെച്ചത്. ഇന്ന് ഞാൻ പറയാൻ പോകുന്ന കാര്യം നാളെ നടക്കാൻ പോകുന്ന എക്സാം എഴുതുന്നവർക്കും അതുപോലെ തന്നെ 9th എക്സാം എഴുതുന്നവർക്കും ഒരുപോലെ ഹെൽപ്ഫുൾ ആകുന്നതായിരിക്കും. ആദ്യം ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ ഈ എക്സാമിന് നമുക്ക് വളരെയധികം നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളാണ്. നമുക്കറിയാവുന്ന കാര്യങ്ങളും പിന്നെ ഞാൻ ചെയ്യാറുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. രണ്ടാമത്തെ കാര്യം, നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ലാസ്റ്റ് മൊമെന്റിൽ നിങ്ങൾക്ക് ഏറ്റവും നല്ല മാർക്സ് സ്കോർ ചെയ്യാൻ സഹായിക്കുന്ന കാര്യമാണ്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് കാര്യം ആദ്യം പറയാം. നമ്മുടെ ഈ ഒരു ASM എക്സാമിന് നമുക്ക് ഇപ്പോൾ നമ്മുടെ കയ്യിൽ ടൈം ഇല്ല. നമ്മൾ ഒരുവിധമൊക്കെ നോക്കി അത്യാവശ്യം അറിയാം, ഐഡിയ ഒക്കെ ഉണ്ട് എങ്കിൽ ഇപ്പോൾ നമ്മൾ റിലാക്സ് ചെയ്യേണ്ട ടൈമാണ്. ഓക്കെ, ജസ്റ്റ് കൂളായിട്ടിരിക്കുക, ടെൻഷൻ ഫ്രീ ആയിട്ടിരിക്കുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ടെൻഷനാണ് നമ്മുടെ മാർക്ക് കുറയ്ക്കുന്ന ഏറ്റവും വലിയ ആള്. ഓക്കെ, ലാസ്റ്റ് മൊമെന്റ് ആകുമ്പോൾ നമ്മൾ അത് നോക്കിയിട്ടില്ലല്ലോ, അതിൽ നിന്ന് ചോദ്യം ചോദിച്ചാൽ എന്ത് ചെയ്യും, ഇതിൽ നിന്ന് ചോദിച്ചാൽ എന്ത് ചെയ്യും എന്ന് പറഞ്ഞാൽ കുറേയധികം കാര്യങ്ങൾ മനുഷ്യനല്ലേ, മനസ്സല്ലേ, നമ്മുടെ മൈൻഡിൽ ഇങ്ങനെ വരും. പക്ഷെ അതിനൊന്നും നമ്മൾ ചെവി കൊടുക്കേണ്ട ആവശ്യമില്ല. നമ്മൾ എന്ത് ചെയ്യാം, വരുന്ന പോലെ വരട്ടെ, നമുക്ക് അറിയാവുന്ന രീതിയിൽ നമ്മൾ ചെയ്യാൻ ശ്രമിക്കും. മാക്സിമം ശ്രദ്ധിച്ച് അതുപോലെ തന്നെ കൂളായിട്ട് എന്ത് ചെയ്യാൻ ശ്രമിക്കാം, ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, ഹറിബറി ആയിട്ട് ചെയ്യാൻ നിൽക്കരുത്. ടൈം അഡ്ജസ്റ്റ് ചെയ്ത്, അല്ലെങ്കിൽ എന്താ പറയുക, ടൈം മാനേജ് ചെയ്ത് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കണം. കുറേ നേരം ഒരു ക്വസ്റ്റ്യനിൽ നമ്മൾ എന്ത് ചെയ്യരുത്, ടൈം സ്പെൻഡ് ചെയ്യരുത്. അതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ടൈം മാനേജ്മെന്റ്. സ്റ്റിൽ ബുദ്ധിമുട്ടുള്ളവരുണ്ട്, അല്ലാത്തവരുണ്ടെങ്കിൽ കുഴപ്പമില്ല. നമ്മൾ ഒരു ചോദ്യം അത് ആലോചിച്ചു, അതിന് ഓക്കെ നമുക്ക് കുറച്ച് സമയം എടുക്കാം, പക്ഷെ കൂടുതൽ സമയം നമ്മളൊരു ചോദ്യത്തിന് നമുക്ക് ആൻസർ കിട്ടുന്നും ഇല്ല എങ്കിൽ എന്ത് ചെയ്യണം, അത് പെൻഡിങ്ങിൽ ഇടുക. ഓക്കെ, ലാസ്റ്റ് നോക്കാൻ വേണ്ടിയിട്ട് മാറ്റി വെക്കുക. ഓക്കെ, അത് നമ്മൾ എന്ത് ചെയ്യണം, ഇപ്പൊ ഫസ്റ്റ് റൗണ്ടിൽ നമ്മൾ ഇങ്ങനെ പോകും, ഓരോ ചോദ്യങ്ങൾ നോക്കും, അതനുസരിച്ച് മാർക്ക് ചെയ്തു പോകും. ശ്രദ്ധിച്ച് മാർക്ക് ചെയ്യണം. നമുക്ക് അതും ചിലപ്പോൾ തെറ്റാം, ഓപ്ഷൻ കൃത്യമായിട്ട് നോക്കിയിട്ട് വേണം ചെയ്യാൻ. സെക്കൻഡ് റൗണ്ടിൽ നമ്മൾ ഒന്നും കൂടെ പോവുക, നമ്മൾ ഡൗട്ട്ഫുൾ ആയിട്ട് ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സംഭവങ്ങൾ ഒന്ന് വായിച്ചു നോക്കുക, എന്നിട്ട് അത് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, അല്ലാണ്ട് ഒറ്റ ട്രിപ്പിൽ തന്നെ ചെയ്തു പോകാൻ ശ്രമിക്കേണ്ട. നമ്മൾ ആൻസർ ചെയ്യുന്നത് മാർക്ക് ചെയ്തും വെക്കുക, ഡൗട്ട്ഫുൾ ആയതെന്ന് റൗണ്ടും ചെയ്ത് വെക്കുക. ഇത് ചെയ്യാത്തവരും ഉണ്ട് കേട്ടോ, അതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. ഇങ്ങനെ ഒന്നും ചെയ്യാതെ ജസ്റ്റ് ആൻസറിങ് മാത്രം ചെയ്തു പോകുന്നവരുണ്ട്. അപ്പോൾ ലാസ്റ്റ് ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കൺഫ്യൂഷൻ ആകും. ഓക്കെ, അതുകൊണ്ടാണ് ഇത് നമുക്ക് തിരിച്ച് എക്സാം കഴിഞ്ഞിട്ട് ചെക്ക് ചെയ്യാനും നമ്മുടെ ഈ ഒരു മാർഗം നമുക്ക് സഹായകമാകും. ഓക്കെ, മൂന്നാമത്തെ കാര്യം, നമ്മൾ ഒരു സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ് അഭിമുഖീകരിക്കുന്നത് എങ്കിൽ നിങ്ങൾ ആദ്യം അതിൽ ശരിയായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്, തെറ്റായ പ്രസ്താവനയാണ് ചോദിച്ചിട്ടുള്ളത്, അല്ലെങ്കിൽ താഴെ തന്നിട്ടുള്ളതിൽ ഏതാണെന്നുള്ള രീതിയിലൊക്കെയാണ് ചോദിച്ചിട്ടുള്ളതെങ്കിൽ ആ ചോദിച്ച ഭാഗം ഇങ്ങനെ റൗണ്ട് ചെയ്ത് വെക്കാം. ശരിയായതെന്നാണോ തെറ്റായതെന്നാണോ, എന്നിട്ട് നമ്മൾ ഓരോ സ്റ്റേറ്റ്മെന്റ്സ് ഇങ്ങനെ കാണുമല്ലോ, അതിൽ ശരിയേത് തെറ്റേതെന്ന് അവിടെ തന്നെ മാർക്ക് ചെയ്ത് വെക്കാം. എന്നിട്ട് നമ്മൾ ഓപ്ഷൻസ് നോക്കാം. അപ്പൊ നമുക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, എലിമിനേറ്റ് ചെയ്തിട്ട് ഉത്തരത്തിലോട്ട് എത്താൻ പറ്റും. ഓക്കെ, അല്ലാത്ത പക്ഷെ നമ്മൾ വേഗം വായിച്ചു പോയി, പക്ഷെ ശരിയാണോ തെറ്റാണോ എന്ന് ഓർക്കാതെ നമ്മൾ പെട്ടെന്ന് ചാടിക്കറി ആൻസർ ചെയ്യാൻ ശ്രമിച്ചാൽ നമ്മുടെ ഉത്തരം ചിലപ്പോൾ തെറ്റാൻ സാധ്യതയുണ്ട്. അപ്പോൾ ആദ്യം ശ്രദ്ധിക്കേണ്ട കാര്യം ചോദിച്ചിട്ടുള്ളത് എന്താണ് എന്നുള്ളത്, അതൊന്നും ജസ്റ്റ് മാർക്ക് ചെയ്ത് വെക്കാം. സോ നമുക്ക് ഒന്നുകൂടെ നോക്കാം, ചെക്ക് ചെയ്യാൻ എളുപ്പമല്ലേ മാർക്ക് ചെയ്യുന്നതിന് മുമ്പ്. അപ്പോൾ അങ്ങനെ ചെയ്യുന്നതായിരിക്കും ഏറ്റവും എളുപ്പം. നമുക്ക് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നതും സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് ആണ്. കാരണം എലിമിനേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഓപ്ഷൻസ് ആയിരിക്കും മിക്കതും അവർ സെറ്റ് ചെയ്യാറുള്ളത്. പക്ഷേ ഇപ്പോൾ കുറച്ചും കൂടി ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സ് ഒക്കെയാണ് ചോദിക്കുന്നത്. അപ്പോൾ കൺഫേം ആണെങ്കിൽ മാത്രം ചെയ്യുന്നതാണ് നല്ലത്. അതിനെക്കുറിച്ച് അറിവുണ്ടെങ്കിൽ ആൻസർ ചെയ്യുന്നതാണ് നല്ലത്. അല്ലാണ്ട് വെറുതെ സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസിൽ അധികം ഗസ് വർക്ക് നടത്താൻ ഞാൻ പറയില്ല. നമ്മൾ ഡയറക്റ്റ് ഗസ് വർക്ക് നടത്തുന്ന പോലെയല്ല. ഇനി ഏതെങ്കിലും തരത്തിൽ ആ ഒരു ഇതിനെക്കുറിച്ച് ഐഡിയ ഉണ്ട്, അല്ലെങ്കിൽ കേട്ടിട്ടുണ്ട് എന്നുള്ളതൊക്കെ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം, എലിമിനേറ്റ് ചെയ്ത് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻ ആണെങ്കിലും ആൻസർ കണ്ടെത്താൻ ശ്രമിക്കാം. അതിൽ തെറ്റൊന്നുമില്ല. അപ്പോൾ നല്ല രീതിയിൽ സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് എന്ന് പറയുന്നത്. പക്ഷേ അറ്റ് ദ സെയിം ടൈം ശ്രദ്ധിച്ച് ചെയ്യേണ്ടതും കൂടിയാണത്. ഓക്കെ, പിന്നെ നമുക്ക് ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്ന കുറച്ച് ക്വസ്റ്റ്യൻസും കാണാം. ഓക്കെ, നമ്മൾ പെട്ടെന്ന് അയ്യോ ഒരു ചോദ്യം കാണുമ്പോൾ അത് കേട്ടിട്ടില്ലല്ലോ കണ്ടിട്ടില്ലല്ലോ, പക്ഷേ അതിൽ എന്തെങ്കിലും ഒരു ഹിന്റ് ഉണ്ടാവും നമുക്ക് ആൻസറിലോട്ട് എത്താൻ സാധിക്കുന്ന രീതിയിൽ. ഓക്കെ, അങ്ങനത്തെ കുറേ അധികം ഞാൻ ഇപ്പോൾ ക്വസ്റ്റ്യൻ പേപ്പർ ചെയ്യുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, അത് അങ്ങനെ ശ്രദ്ധിച്ച് വായിച്ചിട്ട് എന്ത് ചെയ്യണം, എന്തെങ്കിലും തരത്തിൽ കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടോ ആൻസറിലോട്ട്. അങ്ങനത്തെ ധാരാളം ചോദ്യങ്ങൾ ഇടാറുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമുക്ക് ലോജിക്കലിയും എന്ത് ചെയ്യാൻ പറ്റും, ആൻസറിലോട്ട് എത്താൻ പറ്റും എന്നുള്ളത്. ഓക്കെ, അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് തിരിച്ചറിഞ്ഞ് ആൻസർ ചെയ്യുന്നത് നിങ്ങളുടെ മാർക്സ് നല്ലവണ്ണം കൂട്ടും. ഓക്കെ, ദെൻ അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാത്സ് ക്വസ്റ്റ്യൻസ് ഫേസ് ചെയ്യുമ്പോൾ അതിൽ തുടക്കത്തിൽ നമ്മൾ ചിലപ്പോൾ എളുപ്പമാണെന്ന് വെച്ചിട്ട് ചാടിക്കറി ആൻസർ ചെയ്യാൻ ശ്രമിക്കും. പക്ഷേ ശ്രദ്ധിച്ച് വേണം അത് എന്ത് ചെയ്യാൻ, ആൻസർ ചെയ്യാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും ഒരു ട്വിസ്റ്റ് അതിലുണ്ടാകാം, ചിലപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവില്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ആകാം. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിട്ട് നമ്മൾ ചെയ്ത രീതി ശരിയാണോ എന്ന് നോക്കിയിട്ട് നമ്മൾ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആൻസർ ചെയ്യാൻ പാടുള്ളൂ. ഓക്കെ, കാരണം എനിക്കാണെങ്കിലും ചില അബദ്ധങ്ങൾ അങ്ങനെ പറ്റിയിട്ടുണ്ട്. അതുകൊണ്ടാണ് പറയുന്നത്. നമ്മൾ
വേഗം ചാടിക്കറി ഇതില്ലേ ഉത്തരം എന്ന് പറഞ്ഞാൽ എഴുതും. പക്ഷെ അതും ഓപ്ഷനിലുണ്ടാവും. പക്ഷേ ആ ഒരു വഴിയിലൂടെ ആയിരിക്കില്ല നമ്മളത് ചെയ്യേണ്ടത്. അതല്ല അതിന്റെ കറക്റ്റ് മെത്തേഡ്. അപ്പോൾ ആ ഒരു തെറ്റ് ചെയ്യാൻ സാധ്യതയുണ്ട് എന്ന് കണക്കാക്കിയിട്ടായിരിക്കും അവർ ഓപ്ഷനിൽ അത് ഇടുന്നത്. ഓക്കെ, അപ്പോൾ ശ്രദ്ധിച്ച് നോക്കിയിട്ട് വേണം നമ്മൾ ചെയ്യാൻ. അത് ഈ പറയുന്ന ന്യൂമറിക്കൽ പ്രോബ്ലംസ് ഒക്കെ കൂടുതലും അങ്ങനെയാണ് ചെയ്യാറുള്ളത്. ഓപ്ഷൻസിൽ പലതരത്തിൽ കൊടുക്കും. പ്രത്യേകിച്ച് ഈ പ്രോഗ്രഷൻ, അരിത്തമെറ്റിക് പ്രോഗ്രഷൻ വരുന്ന സംഭവങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് നോക്കി ചെയ്യുന്നതായിരിക്കും നല്ലത്. ഓക്കെ, മാത്സ് എളുപ്പമാണെന്നും പറഞ്ഞ എല്ലാം വേഗം ചാടിക്കറി ചെയ്യരുത്. പിന്നെ കുറേയധികം ടൈം അതിന് വേണ്ടി എന്ത് ചെയ്യരുത്, സ്പെൻഡ് ചെയ്യാനൊക്കെ. ഇപ്പൊ ചിലവർ ആദ്യം മാത്സ് ചെയ്യുന്നവരുണ്ട്, ചിലവർ കേട്ടോ. അപ്പോൾ അവർക്കത് ഓക്കെ ആണെങ്കിൽ ഓക്കെ, സ്പീഡ് ഉണ്ടെങ്കിൽ. സ്പീഡ് ഇല്ലാത്തവരാണെങ്കിൽ ആദ്യമേ മാത്സ് ചെയ്യുന്നതിനോട് ഞാൻ പറയില്ല. കാരണം അതിൽ കുറേ സമയം പിടിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ബാക്കി സമയം കിട്ടിയില്ല എന്ന് വരും. സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റൻസ് കുറേ ഉണ്ടെങ്കിൽ നമുക്ക് ചിന്തിക്കാൻ പോലുള്ള സമയം ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ ജസ്റ്റ് ആദ്യമേ നോക്കുക, ആൻസർ കിട്ടാൻ ശ്രമിക്കുക, ജസ്റ്റ് വർക്ക്ഔട്ട് ചെയ്ത് നോക്കുക. ഓക്കെ ആണെങ്കിൽ ഓക്കെ, ജസ്റ്റ് ഗോ ഹെഡ്, അത്രേ ഉള്ളൂ. അല്ലാത്ത പക്ഷെ നമ്മൾ എന്താണ്, ഞാൻ ശ്രദ്ധിച്ച് ചെയ്യാറുള്ളത് ആ ഒരു ഓർഡറിൽ ആൻസർ ചെയ്ത് പോവുക എന്നുള്ളതാണ്. അതിനുശേഷം എന്താണ് ബാക്കി ഡൗട്ട്ഫുൾ ആയത് ലാസ്റ്റ് ഒരു സെക്കൻഡ് റൗണ്ടിൽ ചെയ്യും. പിന്നെയും ഒരു തേർഡ് റൗണ്ടിലായിരിക്കും ഏതെങ്കിലും തരത്തിൽ ഉത്തരം കിട്ടാവുന്നതുണ്ടോ എന്നൊക്കെ നോക്കിയിട്ട് അറ്റംപ്റ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നിങ്ങളുടെ ഉള്ളിലെ മൈൻഡിൽ എപ്പോഴും ഒരു 82 എബവ്, മാക്സിമം 82 എബവ് തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കുക കേട്ടോ. ഇനി നമുക്ക് പക്കയായിട്ട് ഒരു 72 അറിയാം, അല്ലെങ്കിൽ 73, 75 അറിയാമെങ്കിൽ അതിലൊരു പ്രോബ്ലം ഇല്ല. അത് നല്ലൊരു സേഫ് മാർക്സ് തന്നെയാണ്. പക്ഷെ നമുക്ക് നല്ല റാങ്ക് ഒക്കെ റാങ്ക് ഒക്കെ കിട്ടണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു 75 മുകളിലൊക്കെ വന്നു കഴിഞ്ഞാൽ നല്ലതാണ്. പക്ഷെ ഒരു 75, 76 ഓക്കെയാണ്, പക്കയാണെന്നുണ്ടെങ്കിൽ അവർ പിന്നെ ഗസിന്റെ പോലും ആവശ്യം അധികം ഇല്ല എന്നാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അതേസമയം നമുക്ക് അറിയാവുന്ന സേഫ് സോണിൽ ഇപ്പോൾ ഒരു 60, 62 അങ്ങനത്തെ ഒരു റേഞ്ചിലുള്ളതാണെങ്കിൽ ജസ്റ്റ് ഗസ് വർക്കിലൂടെ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന ക്വസ്റ്റൻസ് ഉണ്ടോ എന്നൊന്ന് ജസ്റ്റ് നിങ്ങൾ നോക്കുക. ഗസ് എന്ന് പറയുന്നതിൽ 3, 4 ഗസ് ഒക്കെ നടത്തുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഈവൻ ഞാൻ അതിൽ കൂടുതൽ പക്ഷെ ചെയ്യാറുണ്ട്. പക്ഷെ അത് എപ്പോഴും സക്സസ്ഫുൾ ആകണമെന്നില്ല കേട്ടോ. എനിക്കത് മിക്കതും സക്സസ്ഫുൾ ആകാറുണ്ട്. പക്ഷെ എല്ലാവർക്കും അങ്ങനെ ആവണമെന്നില്ല. നമ്മൾ ഉദ്ദേശിക്കുന്നത് തന്നെ ആവണമെന്നില്ലല്ലോ ഉത്തരം എന്ന് പറയുന്നത്. ചിലപ്പോൾ അത് ഭാഗ്യത്തിനായി പോകുന്നതാണ്. അല്ലാത്ത പക്ഷം അതൊരിക്കലും ചെയ്യാൻ നിൽക്കരുത്, അത് റിസ്ക് ആണ്. ഓക്കെ, അപ്പം നമുക്കൊരു 3, 4 ഒക്കെ ചെയ്യാം, കുഴപ്പമൊന്നുമില്ല ഗസ് എന്ന് പറയുന്നത്. പക്ഷെ നമുക്ക് ആ ഒരു കട്ട് ഓഫ് മറികടക്കുകയും കൂടെ വേണം എന്നുള്ളത് കൊണ്ട് സൂക്ഷിച്ച് ചെയ്യുന്നതാണ് നല്ലത്. നിങ്ങളുടെ മനസ്സിൽ അത് ഓക്കെ പറയുകയാണെങ്കിൽ വളരെ കുറച്ച് 3, 4 ചെയ്യുന്നതായിരിക്കും നല്ലത്. അതും ഒരു 75-ന് മുകളിൽ നമ്മൾ ചെയ്തിട്ട് 3, 4 എന്നുള്ളത് ഗസ് വന്നാലും കുഴപ്പമൊന്നുമില്ല. അല്ലെങ്കിൽ എന്താണ് ഗസ് വർക്ക് നടത്തി ചെയ്യുന്നതാണെങ്കിൽ കുഴപ്പമില്ല. ഇനി നമ്മളൊരു 70 സംതിങ്ങോ അല്ലെങ്കിൽ ഒരു 62 ഒക്കെ ചെയ്തിട്ട് നമുക്ക് ബാക്കി നോക്കണം എന്നുള്ളതുണ്ടെങ്കിൽ എന്തെങ്കിലും തരത്തിൽ നമുക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്ന രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ഓഫ് ക്വസ്റ്റൻസ് അതിലുണ്ടാവും. അല്ലെങ്കിൽ നമ്മുടെ ഐഡിയ നമ്മളൊന്നും ഇവിടെ ചിന്തിക്കാതെ ചിലപ്പോൾ നമ്മുടെ ടെൻഷൻ കൊണ്ടോ അല്ലെങ്കിൽ നമ്മുടെ ഒരു ടൈമിനുള്ളിൽ കഴിയേണ്ടേ എന്നുള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കുറേ കാര്യങ്ങൾ ഉള്ളതുകൊണ്ടായിരിക്കും നമുക്ക് ചിലപ്പോൾ ഓർമ്മയിൽ കിട്ടാത്തത്. നിങ്ങളുടെ ശ്രമിക്കുക കേട്ടോ, എന്നിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. എന്തായാലും നിങ്ങൾക്ക് തീർച്ചയായിട്ടും 82-ന് മുകളിലൊക്കെ ആൻസർ ചെയ്യാൻ പറ്റും. അങ്ങനെ മനസ്സിൽ വിചാരിക്കുക, ടാർഗറ്റ് ചെയ്യുക. മാക്സിമം നെഗറ്റീവ് നമുക്കൊരു 6, 7 ഒക്കെ വരുന്നതാണ് നല്ലത് കേട്ടോ. അതിൽ തന്നെ നമുക്ക് ഒരിക്കലും പിടിച്ചു നിർത്താൻ പറ്റില്ല, അത് വേറെ കാര്യം. കാരണം നമുക്ക് ഉത്തരം അറിയില്ലല്ലോ നെഗറ്റീവ്സ് ഇത്രയിൽ പിടിച്ചു നിർത്താൻ. അപ്പോൾ നമ്മൾ മാക്സിമം എന്ത് ചെയ്യാം, നമ്മുടെ മനസ്സിൽ ഓക്കെ നെഗറ്റീവ് അധികം വരരുത്, മാക്സിമം ചെയ്യണം, നല്ല മാർക്സ് ഒരു 72-ന് മുകളിലൊക്കെ പോകണം എന്നാണല്ലോ. അപ്പോൾ നമ്മൾ മനസ്സിൽ കരുതുന്നത് എങ്ങനെയാണെങ്കിൽ നമുക്ക് അങ്ങനെ തന്നെ എല്ലാം നടക്കണമെന്നൊന്നുമില്ല. പക്ഷെ എന്ത് ചെയ്യാം, ജസ്റ്റ് നിങ്ങൾക്ക് അറിയാവുന്ന എല്ലാ കാര്യങ്ങളും ആദ്യം ചെയ്യാം, ഡൗട്ട്ഫുൾ ആയത് രണ്ടാമത് വെക്കുക. ഏതെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ആൻസറിലോട്ട് എത്താൻ പറ്റുന്നുണ്ടോ എന്നുള്ളതും നിങ്ങൾ നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ചെയ്യാം. ഓക്കെ, പിന്നെ വളരെയധികം എന്താണ് ടഫായിട്ടുള്ളത് അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ളത് കണ്ടിട്ട് റിസ്ക് എടുക്കാൻ ഇപ്പോൾ എന്താണ് വില്ലിങ് ആയിട്ടുള്ളവരുണ്ടെങ്കിൽ എനിക്ക് ഒന്നും പറയാനില്ല. അപ്പോൾ അത് ജസ്റ്റ് ഇപ്പം ഞാൻ അങ്ങനെ എടുക്കാറുണ്ട്. വരണ പോലെ വരട്ടെ, നമുക്ക് ചെയ്ത് നോക്കാം. പക്ഷെ അത് എപ്പോഴും എന്താവണമെന്നില്ല, സക്സസ്ഫുൾ ആകണമെന്നില്ല. അത് ചിലപ്പോൾ അബദ്ധത്തിലും കലാശിക്കും. അതുകൊണ്ടാണ് ഞാൻ അതൊരിക്കലും എന്ത് ചെയ്യില്ല, പ്രൊമോട്ട് ചെയ്യില്ല അങ്ങനെ ചെയ്യാൻ പറയാൻ. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നമുക്ക് എപ്പോഴും മാർക്സ് കുറയ്ക്കുകയുള്ളൂ. ഓക്കെ, നല്ല സ്കോറിങ്ങിൽ നിന്ന് ഒറ്റയടിക്ക് നമ്മൾ താഴോട്ട് വരും. അപ്പോൾ അതിനേക്കാളും നല്ലത് നമ്മൾ അത്യാവശ്യം അറിയാവുന്ന കാര്യങ്ങൾ ചെയ്യുക, ലോജിക്കലി ആൻസർ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അത് ചെയ്യാം. ഗസിൽ ഒരു 3, 4 എണ്ണം ചെയ്യുക. ഓക്കെ, നിങ്ങൾ നിങ്ങളുടെ ബെസ്റ്റ് കൊടുക്കുന്ന രീതിയിൽ തന്നെ ചെയ്യുക. അത്രയും നല്ല രീതിയിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു ടൈമിൽ എന്തെങ്കിലും കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടുണ്ട് എങ്കിൽ അത് മാത്രം ഒന്ന് എന്ത് ചെയ്യുക, ബ്രഷപ്പ് ചെയ്ത് നോക്കാം. അതുപോലെ ഇംഗ്ലീഷ്, മലയാളം എന്ന് പറയുന്നത് അത്യാവശ്യം ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക. ഇപ്പോൾ ഈ കഴിഞ്ഞ ലാബ് അസിസ്റ്റന്റിന് ചില വ്യത്യസ്തമായ രീതികളൊക്കെ അവർ PSC ഇതിൽ നിന്ന് നടത്തിയിട്ടുണ്ടായിരുന്നു ആൻസർ കീയിൽ. അപ്പോൾ അത് ഞാനിപ്പോൾ പറയുന്നില്ല. എന്നിരുന്നാലും നിങ്ങൾ പഠിച്ചത് കൃത്യമായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. പിന്നെ നാളെ എക്സാം എഴുതാൻ പോകുന്ന എല്ലാവർക്കും നന്നായിട്ട് തന്നെ എക്സാം എഴുതാൻ പറ്റട്ടെ, നല്ല മാർക്സ് തന്നെ സ്കോർ ചെയ്യാൻ പറ്റട്ടെ. അപ്പോൾ ഞാൻ രണ്ടാമത് പറയാൻ ഉദ്ദേശിച്ച കാര്യം എന്താണെന്നറിയോ, നമുക്ക് ഈ ലാസ്റ്റ് മൊമെന്റിൽ കുറച്ച് എക്സ്ട്രീംലി ഫാക്ച്വൽ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ കണ്ടു കേട്ടോ. കുറച്ച് കറണ്ട് അഫയർ ക്വസ്റ്റ്യൻസ് ആണത്. ഇത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഈ ഒരു സമയത്ത് ഹെൽപ്ഫുൾ ആയിരിക്കും. കാരണം ഇത് വളരെയധികം ചോദിക്കാൻ സാധ്യതയുണ്ട്. നിങ്ങൾക്ക് ആ ഒരു 20 മാർക്സ് എന്ന് പറയുന്നത് നല്ല രീതിയിൽ കിട്ടുകയാണെങ്കിൽ അത് നല്ലതല്ലേ. അപ്പോൾ എൻ്റെ മനസ്സിന് തോന്നി അതും കൂടെ നിങ്ങൾ അറിയുന്നത് നല്ലതാണ്. ഇൻ കേസ് അങ്ങനെ ഒരു ചോദ്യം വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ആൻസർ ചെയ്യാൻ പറ്റുമല്ലോ. അപ്പോൾ ഇതൊന്ന് ജസ്റ്റ് കേട്ടിരിക്കുക കേട്ടോ. ഞാൻ വേഗം കുറച്ചേ പറയുള്ളൂ, അതൊന്ന് ശ്രദ്ധിക്കാം. 2025 കാൻ ഫിലിം ഫെസ്റ്റിവലിന്റെ ഇതില് ജൂറി ചെയർമാനായിട്ട് ഇരുന്നിരുന്നത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ജൂലിയറ്റ്
ബിനോച്ചെ, ജൂലിയറ്റ് ബിനോച്ചെ എന്നുള്ള ആളായിരുന്നു. ഓക്കെ, ഇനി ഇതേ കാൻ ഫിലിം ഫെസ്റ്റിവലിൽ ജൂറി അംഗങ്ങളിൽ ഒരാളായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ഇന്ത്യൻ വനിതാ സംവിധായികയാണ് പായൽ കപാടിയ. അത് നിങ്ങൾക്ക് അറിയാമെന്ന് ഞാൻ വിചാരിക്കുന്നു. രണ്ടാമത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യം 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി. ഓക്കെ, 2025 ഏഷ്യൻ അത്ലറ്റിക് ചാമ്പ്യൻഷിപ്പിന്റെ വേദി ഗുമി ദക്ഷിണ കൊറിയയാണ് കേട്ടോ. ദക്ഷിണ കൊറിയ, സൗത്ത് കൊറിയയാണ്. അടുത്ത ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ട് 2025 മെയ്യിൽ അന്തരിച്ച ഇന്ത്യയുടെ ടൈഗർ മാൻ എന്ന അറിയപ്പെടുന്ന പ്രമുഖ പരിസ്ഥിതി പ്രവർത്തകൻ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ വാൽമീക് ധാപ്പർ ആണ് കേട്ടോ. വാൽമീക് ധാപ്പർ. പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങൾക്കായിട്ട് നിലകൊള്ളുന്ന രത്തംബോർ ഫൗണ്ടേഷന്റെ സഹസ്ഥാപകനാണ് ധാപ്പർ. നെക്സ്റ്റ്, സൗരോർജ്ജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല. സൗരോർജ്ജം വഴി മുഴുവൻ വൈദ്യുതി ആവശ്യവും നിറവേറ്റുന്ന ഇന്ത്യയിലെ ആദ്യത്തെ ജില്ല ദിയു ആണ് കേട്ടോ. ദിയു. അടുത്തത് 2025 IPL 18ാം സീസണിൽ ഏറ്റവും കൂടുതൽ റൺസ് നേടിയതിന് ഓറഞ്ച് ക്യാപ്പ് നേടിയത് സായി സുദർശൻ ആണ് കേട്ടോ. സായി സുദർശൻ. അതുപോലെ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേടിയതിന് പർപ്പിൾ ക്യാപ്പ് ലഭിച്ചത് പ്രസിദ്ധ് കൃഷ്ണ. ഓക്കെ, പ്രസിദ്ധ് കൃഷ്ണ എന്നാണ് കേട്ടോ. സോറി. ദെൻ ദരിദ്രരായ സ്ത്രീകൾക്ക് പ്രതിമാസം 2500 രൂപ വീതം ധനസഹായം നൽകുന്നതിന് ലക്ഷ്യമിട്ടിട്ടുള്ള ക്ഷേമ പദ്ധതിയാണ് മഹിളാ സമൃദ്ധി യോജന എന്ന് പറയുന്നത്. ഈ പദ്ധതി ആരംഭിച്ച സംസ്ഥാനം അല്ലെങ്കിൽ കേന്ദ്രഭരണ പ്രദേശം ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഡൽഹിയാണ് കേട്ടോ. അപ്പൊ അതൊന്ന് മനസ്സിലാക്കിയിരിക്കാം. നെക്സ്റ്റ്, ഇന്ത്യയും മംഗോളിയയും തമ്മിലൊരു സംയുക്ത സൈനികാഭ്യാസം നടക്കുന്നുണ്ട്. ആ ഒരു ഇതിന്റെ പേര് നൊമാഡിക് എലിഫന്റ് എന്നാണ് കേട്ടോ. നൊമാഡിക് എലിഫന്റ് എന്നുള്ളതാണ്. അതൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കുക. 2025. ദെൻ കേരളത്തിലെ ആദ്യത്തെ അതിദാരിദ്ര്യമുക്ത നഗരസഭ എന്ന് പറയുന്നത് ഷൊർണൂരാണ് കേട്ടോ. പാലക്കാട് ഷൊർണൂര്. ഇനി നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓഫീസർ പുറത്തുവിട്ട കണക്കുകൾ പ്രകാരം 2024-25 സാമ്പത്തിക വർഷത്തിൽ ഇന്ത്യയുടെ GDP വളർച്ച എന്ന് പറയുന്നത് 6.5% കേട്ടോ. പിന്നെ 2025 G7 ഉച്ചകോടിയുടെ വേദി കാനഡയിലാണ്. കാനഡയിലെ കനാസ്കിസ് കേട്ടോ. ഇനി കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലമാണ് കടുത്ത ദാരിദ്ര്യമുക്തമായ ആദ്യ നിയമസഭാ മണ്ഡലമായിട്ട് അംഗീകരിക്കപ്പെട്ടത്? എന്താണ്? കേരളത്തിലെ ഏത് നിയമസഭാ മണ്ഡലമാണ് കടുത്ത ദാരിദ്ര്യമുക്തമായ ആദ്യ നിയമസഭാ മണ്ഡലമായി അംഗീകരിക്കപ്പെട്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ധർമ്മടമാണ്. കണ്ണൂർ ജില്ലയിലെ ധർമ്മടം. ഇനി നീതി ആയോഗിന്റെ സഹകരണത്തോടെ ഡൽഹിയിൽ നടത്തുന്ന വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് കേരളമാണ് കേട്ടോ. നീതി ആയോഗിന്റെ സഹകരണത്തോടെ ഡൽഹിയിൽ നടത്തുന്ന വകുപ്പ് തല ഉച്ചകോടിയിൽ നോഡൽ സംസ്ഥാനമായി തിരഞ്ഞെടുക്കപ്പെട്ട സംസ്ഥാനം ഏതാണ്? കേരളമാണ്. ഇനി 2025 സമുദ്ര ദിനത്തിന്റെ പ്രമേയം എന്ന് പറയുന്നത് വണ്ടർ സസ്റ്റെയിനിങ് വാട്ട് സസ്റ്റെയിൻസ് അസ് എന്നുള്ളതാണ് കേട്ടോ. നെക്സ്റ്റ്, ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രസിഡന്റായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രിയുടെ പേര് അന്നലീന ബെയർബോക്ക് എന്നാണ് കേട്ടോ. ഐക്യരാഷ്ട്രസഭയുടെ പൊതുസഭയുടെ പ്രസിഡന്റായി തിരഞ്ഞെടുക്കപ്പെട്ട ജർമ്മനിയുടെ മുൻ വിദേശകാര്യമന്ത്രിയുടെ പേരാണ് ഈ പറഞ്ഞത്. നെക്സ്റ്റ്, ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്ത് 1 കോടി വൃക്ഷത്തൈകൾ നട്ടുപിടിപ്പിക്കുന്നതിനായി ആരംഭിച്ച ക്യാമ്പയിന്റെ പേര് ഒരു തൈ നടാം എന്നുള്ളതാണ് കേട്ടോ. ഒരു തൈ നടാം. നെക്സ്റ്റ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫാക്ട് ആണ് 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയ ലോകത്തെ ഏറ്റവും വലിയ ചരക്ക് കപ്പലിന്റെ പേര്. ഓക്കെ, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ ചരക്ക് കപ്പലാണ് 2025 ജൂണിൽ വിഴിഞ്ഞം തുറമുഖത്തെത്തിയത്. അതിന്റെ പേര് MSC ഐറിന എന്നുള്ളതാണ് കേട്ടോ. ഐറിന. നെക്സ്റ്റ്, ബേപ്പൂരിനും അഴീക്കലിനും ഇടയിൽ കേരളത്തിന്റെ സമുദ്രാതിർത്തിയിൽ തീ പിടിച്ച അപകടത്തിൽപ്പെട്ട ചരക്ക് കപ്പലിന്റെ പേര് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ MV വാൻഹായ് 503 എന്നുള്ളതാണ്. ദെൻ 2025 ഫ്രഞ്ച് ഓപ്പണിൽ പുരുഷ സിംഗിൾസ് കിരീടം നേടിയത് കാർലോസ് അൽക്കാരസ്. വനിതാ സിംഗിൾസ് കിരീടം ഫ്രഞ്ച് ഓപ്പൺ നേടിയത് കൊക്കോ ഗൗഫ് ആണ്. ഓക്കെ, കൊക്കോ ഗൗഫ്. ഇനി കുറച്ച് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള നിയമനങ്ങൾ ജസ്റ്റ് പറയാം. 2025 ICCയുടെ 7th CEO ആയിട്ട് നിയമിതനായത് സഞ്ജോഗ് എന്നാണ് കേട്ടോ. സഞ്ജോഗ് ഗുപ്ത എന്നാണ് പേര്. സഞ്ജോഗ് ഗുപ്ത ICCയുടെ 7th CEO ആയിട്ട് നിയമിക്കപ്പെട്ടത് കേട്ടോ. നെക്സ്റ്റ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസ്. ഓക്കെ, സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്ട് ടാക്സസിന്റെ ചെയർമാൻ ആയിട്ട് നിയമിതനായിട്ടുള്ളത് രവി അഗർവാൾ ആണ് കേട്ടോ. രവി അഗർവാൾ. പിന്നെ ഇപ്പോഴത്തെ ലോക്സഭാ സെക്രട്ടറി ജനറൽ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഉത്പൽ കുമാർ സിംഗ് എന്നാണ് കേട്ടോ പേര്. ഉത്പൽ കുമാർ സിംഗ്. പിന്നെ
രാജ്യസഭ സെക്രട്ടറി ജനറലിന്റെ പേര് PC മോഡി. ഓക്കെ, നെക്സ്റ്റ് DRDOന്റെ ഇതിപ്പോ ചോദിച്ചിട്ടുണ്ടായിരുന്നു ലേറ്റസ്റ്റ്, സമീർ V കാമത്താണ് ചെയർമാൻ. ഓക്കെ, സമീർ V കാമത്ത്. ദെൻ വ്യോമസേന, നാവികസേന അതൊക്കെ നിങ്ങൾ നോക്കിയിട്ടുണ്ടാവും ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായിട്ട്. ബാക്കി നിങ്ങൾ സ്വതേ നോക്കുന്നതൊന്നും ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ജസ്റ്റ് എനിക്ക് സ്പെഷ്യൽ എന്ന് തോന്നിയത് മാത്രമാണ് ഞാൻ ജസ്റ്റ് പറയുന്നത്. കേന്ദ്ര സാഹിത്യ അക്കാദമി ചെയർമാൻ മാധവ് കൗശിക്. കേരള ചലച്ചിത്ര അക്കാദമി ചെയർമാൻ ആരാണ്? അത് നിങ്ങൾക്കറിയാലേ, പ്രേംകുമാർ. പിന്നെ കേരള ഫോക്ലോർ അക്കാദമി ചെയർമാൻ എന്ന് പറയുന്നത് OS ഉണ്ണികൃഷ്ണൻ. ഇപ്പോഴത്തെ VSSCയുടെ ചെയർമാൻ എന്ന് പറയുന്നത് S ഉണ്ണികൃഷ്ണൻ നായർ. ഓക്കെ, പിന്നെ ഒരു നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ ഉണ്ട് കേട്ടോ, നാഷണൽ ഗ്രീൻ ട്രൈബ്യൂണൽ. അതിന്റെ പ്രകാശ് ശ്രീവാസ്തവ. സെബിയുടെ ഒക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. പിന്നെയും കുറേ അധികം ഉണ്ട്, നിങ്ങളൊക്കെ നോക്കിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ഞാൻ സ്പെഷ്യലായിട്ട് തോന്നിയ കുറച്ച് പറഞ്ഞേക്കണം കേട്ടോ. പിന്നെ ഞാൻ ഓൾറെഡി CAയിൽ നിങ്ങൾ ആക്സിയം 4 മിഷൻ, ചെനാബ് പാലം, വിഴിഞ്ഞം തുറമുഖം, ICC ചാമ്പ്യൻസ് ട്രോഫി, പിന്നെ ഒരു ടെസ്റ്റ് ചാമ്പ്യൻഷിപ്പ് ഇപ്പോൾ നടന്നിട്ടുണ്ട്. അതൊക്കെ ഒന്ന് നോക്കി വെക്കുന്നത് നല്ലതാണ്. അതിൽ നിന്നൊക്കെ കറണ്ട് അഫയർ ഭാഗത്തു നിന്ന് ചോദിക്കാം. ഇതൊക്കെ 20 മാർക്സ് നിങ്ങളുടെ സേഫായി നിൽക്കാനുള്ള ഇതാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ ചോദിച്ചാൽ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും മാത്രമേ. പിന്നെ ഈ ലേറ്റസ്റ്റ് നടന്ന അവാർഡുകളൊക്കെ ഒന്ന് നോക്കിക്കോളൂ കേട്ടോ. ജസ്റ്റ് ഒന്ന് ഓടിച്ചപ്പോൾ നോക്കിക്കോളൂ. കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ്, കേരള സാഹിത്യ അക്കാദമി അവാർഡ്, ചിലപ്പോൾ കഴിഞ്ഞ വർഷത്തെ ആണെങ്കിലും ചോദിക്കാം ഏത് ആരുടെയാണെന്നുള്ളത്. പിന്നെ ആദ്യത്തിൽ പറഞ്ഞു പോയപ്പോൾ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, കേരള ഗവേണൻസ് ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ഒക്കെ നിങ്ങൾ ആൻസർ ചെയ്യുമ്പോൾ ശ്രദ്ധിച്ച് ആൻസർ ചെയ്യുക കേട്ടോ. കാരണം ഓരോ സ്റ്റേറ്റ്മെന്റും ഒരു ടഫായിട്ടൊക്കെ കൊടുക്കാം. ബാക്കി നല്ല രീതിയിൽ ഓരോ മേഖലകളും നന്നായി തന്നെ ആൻസർ ചെയ്യാൻ ശ്രമിക്കാം. നിങ്ങൾക്കുള്ളതാണെന്ന് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് തന്നെ ചെയ്യാം. ബാക്കിയെല്ലാം വരുന്നത് പോലെ വരട്ടെ. നമുക്ക് ഒന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ലല്ലോ, ബാക്കിയൊക്കെ വരുന്നത് പോലെ എന്നുള്ളത് മാത്രമേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. എനിക്ക് പറ്റാവുന്ന രീതിയിലുള്ള കുറെ ഇപ്പോൾ LDCയുടെ കഴിഞ്ഞ ഇതിലത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നുള്ള കേരള ഇമ്പോർട്ടൻറ്റ് ആക്ട്സ് ആണെങ്കിൽ, അതുപോലെ ഈ വർഷം നടന്നതിന്റെ കേരള ഗവേണൻസിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ ആണെങ്കിൽ ഞാൻ അത്യാവശ്യം ഡീറ്റെയിൽ ആയിട്ടുള്ള ഫാക്ട്സ് ഒക്കെ പറഞ്ഞു പോയിട്ടുണ്ട്. കോൺസ്റ്റിറ്റ്യൂഷൻ ആണെങ്കിലും ഓരോ ചോദ്യത്തിനും മാക്സിമം പറയാൻ പറ്റുന്നതിന്റെ മാക്സിമം ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ഒരു ടൈം ലിമിറ്റിൽ നിന്നുകൊണ്ട് എനിക്ക് പറ്റുന്നതിന്റെ ഇതിലൊക്കെ. ബാക്കി നിങ്ങളുടേതായ രീതിയിൽ നമ്മൾ ഓരോ ഹോട്ട് ടോപ്പിക്സ് പഠിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, അതനുസരിച്ച് നിങ്ങൾ പഠിച്ചിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അതുപോലെ ലേറ്റസ്റ്റ് ആയിട്ട് നടന്നിട്ടുള്ള സൈനിക നീക്കങ്ങളൊക്കെ ഉണ്ടല്ലോ, ലൈക്ക് ഓപ്പറേഷൻ സിന്ദൂർ, ഓപ്പറേഷൻ റൈസിംഗ് ലയൺ, ഓപ്പറേഷൻ ദോസ്ത്, അങ്ങനെയുള്ള കുറേ അതൊക്കെ ഉണ്ടല്ലോ. അതൊക്കെ ഒന്ന് നിങ്ങൾ റിവൈൻഡ് ചെയ്യണം കാര്യങ്ങൾ, ഏതൊക്കെ രാജ്യങ്ങൾ തമ്മിലുള്ളതായിരുന്നു, ഏത് രാജ്യമാണ് ഓപ്പറേഷൻ നടത്തിയത് എന്നുള്ള കാര്യങ്ങൾ. ലേറ്റസ്റ്റ് നടന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, നമ്മളുടെ ചുറ്റും നടക്കുന്ന കുറേയധികം കറണ്ട് ഇവൻറ്റ്സ്, അതിൽ നിങ്ങളൊന്ന് നോക്കി വെച്ചേക്കണം കേട്ടോ. ചോദ്യ പേപ്പർ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് നല്ല രീതിയിൽ തന്നെ സ്കോർ ചെയ്യാൻ പറ്റും. നിങ്ങളിൽ വിശ്വസിക്കുക. ബാക്കി നെഗറ്റീവായിട്ട് പറയുന്നവരൊക്കെ പറഞ്ഞോട്ടെ. കുറേ നെഗറ്റീവ് കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ വരും, ഇതെങ്കിലും കിട്ടിയില്ലെങ്കിൽ. അതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നതല്ല. നമ്മൾ എത്രത്തോളം ഹാർഡ് വർക്ക് ചെയ്യുന്നുണ്ടെന്നുള്ളത് നമുക്കറിയാമെങ്കിൽ, മുകളിലിരിക്കുന്ന ഈശ്വരൻ അറിയാമെങ്കിൽ, നമ്മൾ വിശ്വസിക്കുന്ന ഒരു ശക്തി ഉണ്ടല്ലോ, ആ ഒരു ഈശ്വരൻ അറിയാമെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് അർഹതയുള്ളത് നമ്മുടെ കയ്യിൽ തന്നെ എത്തിച്ചേരുമെന്ന് വിശ്വസിക്കുക. അത് വൈകിയാണെങ്കിലും വിജയം നിങ്ങളെയാണ് കാത്തിരിക്കുന്നതെന്ന് വിചാരിക്കുക. നിങ്ങൾ നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള എഫേർട്ട് നന്നായിട്ട് തന്നെ ഇട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ കയ്യിൽ തന്നെ എല്ലാം എത്തിച്ചേരും. പിന്നെ ലക്ക് എന്ന് പറയുന്നത് അത് നമ്മുടെ കയ്യിലല്ല, അതെല്ലാം ദൈവത്തിന് വിട്ടുകൊടുക്കുക. ഭാഗ്യമുണ്ടെങ്കിൽ എല്ലാം ഒത്തിണങ്ങി വരട്ടെ എന്ന് വിചാരിക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.